ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ NCERT ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. +1 ജോഗ്രഫിയാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. കാരണം അതിൽ നിന്നാണ് കൂടുതലും PSC ചോദ്യം 10th പ്രിലിംസിനൊക്കെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇന്ത്യയുടെ സ്ഥാനം എന്നായിരുന്നു ആ ചാപ്റ്ററിൻ്റെ പേര്. അതിനുശേഷം അതിൻ്റെ റിവിഷൻ ക്ലാസ് തന്നു അല്ലേ. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഇന്ത്യ ഭൂപ്രകൃതിയാണ്. അത് കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിൽ നിന്ന് ഓരോ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത്രയും വലിയൊരു ചാപ്റ്ററായ കാരണം തന്നെ നമുക്ക് 10th പ്രിലിംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് സ്റ്റേജിൽ എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനാൽ തന്നെ അതിൽ ഓരോ പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പോയിൻറ്റും നമ്മൾ വായിച്ചെടുത്ത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽക്കുള്ള ഒരു ചെറിയൊരു റിവിഷൻ ക്ലാസ്സാണ് കേട്ടോ. അതായത് രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ അത്രയും ഡീപ്പായിട്ട് പഠിച്ചതാണ്. അതിൽ നിന്നും പ്രധാനമായിട്ടും പഠിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ചെറിയൊരു നോട്ട്സാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓരോ ചാപ്റ്ററും ചെയ്യുന്നതായിരിക്കും. ഓരോ ചാപ്റ്ററും തരും അതിൻ്റെ ഇതുപോലെ തന്നെ ചെറിയ നോട്ടും നമ്മൾ പഠിപ്പിച്ച് തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ NCERT ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ടും സബ്ജക്റ്റ് വൈസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ഇന്ത്യ ഘടനയും ഭൂപ്രകൃതിയും എന്നാണ് അല്ലേ. അതിൽ നമ്മൾ കുറേ വിഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് ഇന്ത്യയുടെ ഭൗമ വിഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? 3 ഇന്ത്യയുടെ ഭൗമ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഉപദ്വീപീയ ഭാഗം, ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അല്ലേ. ഉപദ്വീപീയ ഭാഗം, ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഇന്ത്യയുടെ ഭൗമ വിഭാഗങ്ങളാണ്. ഈ 3 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ. ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ എത്ര എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? 6 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ അല്ലേ. നമുക്കറിയാം പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഉത്തര പർവ്വത മേഖല, പിന്നെ ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. ഇതിൽ വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരുന്നത്? വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? ആ ഒരു ഭാഗത്തു നിന്നാണ് കൂടുതലും 2 ചോദ്യങ്ങൾ 3 ചോദ്യങ്ങൾ ആ ഒരു ഭാഗത്തു നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിമാലയ പർവ്വതവും വടക്ക് കിഴക്കൻ കുന്നുകളും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു അല്ലേ. ഏതാണ്? ഹിമാലയ പർവ്വതവും വടക്ക് കിഴക്കൻ കുന്നുകളാണ് ഈ വടക്ക് കിഴക്കൻ പർവ്വതങ്ങളിൽ വരുന്നത്. ഭൂപ്രകൃതി, പർവ്വതനിരകളുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവയിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയ പർവ്വതത്തെ 5 ഉപവിഭാഗങ്ങളായി തരംതിരിക്കാം. ഭൂപ്രകൃതി, പർവ്വതനിരകളുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവയിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹിമാലയ പർവ്വതത്തെ 5 ഉപവിഭാഗങ്ങളായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാണ് കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം. കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം. രണ്ടാമത്തേത് എന്താണ്? ഹിമാലയൻ ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. മൂന്നാമത്തേത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. 4 അരുണാചൽ ഹിമാലയം. 5 കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? ഹിമാലയ പർവ്വതത്തെ നമുക്ക് 5 ഉപവിഭാഗങ്ങളായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, ഹിമാലയൻ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നായിരുന്നു അല്ലേ. പിന്നെ എന്താണ്? ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, പിന്നെ അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. ഇതിൽ കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചൊരു പോയിന്റ് എന്താണ്? കരേവാസിനെ കുറിച്ചിട്ടാണ് അല്ലേ. കരേവാസ് എന്ന് വെച്ചാൽ എന്താണ്? കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കരേവാസ് എന്ന് പറയുന്നത്. അതെവിടെയാണ് കാണപ്പെടുന്നത്? കാശ്മീർ ഹിമാലയത്തിലാണ്. നെക്സ്റ്റ് ഹിമാലയൻ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം കേട്ടോ. ഹിമാലയൻ അല്ല, ഹിമാചൽ. ഓക്കെ, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് ഗ്രേറ്റ് ഹിമാലയ നിര, ലെസർ ഹിമാലയ നിര, സിവാലിക് നിര എന്നിങ്ങനെ ഹിമാലയത്തിലെ 3 പ്രധാന നിരകളാണ് അല്ലേ. ഏതാണ്? ഗ്രേറ്റ് ഹിമാലയ നിര, ലെസർ ഹിമാലയ നിര, സിവാലിക് നിര. ഇത് നമ്മൾ SCERTൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെയായിരിക്കും? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നാണ് അല്ലേ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി എന്ന് പറയുന്നതാണ് ഗ്രേറ്റ് ഹിമാലയ നിര, ലെസർ ഹിമാലയം എന്താണ്? ഹിമാചലാണ്, സിവാലിക് നിര. ഇങ്ങനെയാണ് നമ്മൾ SCERTൽ പഠിച്ചിരിക്കുന്നത്. NCERTൽ വന്നപ്പോൾ അതിന് പറയുന്ന വേറെ അല്ലെങ്കിൽ നമ്മൾ ഈ ഹിമാദ്രീനെ പറയുന്നതാണ് ഗ്രേറ്റ് ഹിമാലയ നിര എന്ന്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് ഹിമാലയ നിര, ലെസർ ഹിമാലയ നിര അല്ലെങ്കിൽ സിവാലിക് നിര അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഔട്ടർ നിര എന്താ പറയുക?
ഓക്കെ, സിവാലിക് നിര. അപ്പോൾ എന്താണ് ഗ്രേറ്റ് ഹിമാലയൻ നിര, ലെസ്സർ ഹിമാലയൻ നിര, അതുപോലെ തന്നെ എന്താണ് സിവാലിക് നിര എന്നിങ്ങനെ ഹിമാലയത്തിലെ 3 പ്രധാന നിരകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഹിമാലയൻ അല്ലെങ്കിൽ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഡാർജിലിംഗ് സിക്കിം ഹിമാലയം ഉണ്ടെന്ന്. ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കൊടുമുടിയായ കാഞ്ചൻജംഗ ഈ വിഭാഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കൊടുമുടി ആയിട്ടുള്ള കാഞ്ചൻജംഗ കാണപ്പെടുന്നത് എവിടെയാണ്? ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ്. നെക്സ്റ്റ് അരുണാചൽ ഹിമാലയം. അരുണാചൽ ഹിമാലയത്തിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കൃഷി രീതിയെക്കുറിച്ച് പറഞ്ഞു അല്ലേ? എന്തായിരുന്നു? ജൂമിങ് ആയിരുന്നു അല്ലേ? മിക്ക ഗോത്ര സമൂഹങ്ങളും ജൂമിങ് അല്ലെങ്കിൽ വെട്ടിച്ചൂട്ടി കൃഷി പിന്തുടരുന്നുണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. അവിടെയാണ് മിസോറാം മൊളാസിസ് തടം എന്നറിയപ്പെടുന്നു എന്ന് പറയുന്നത് അല്ലേ? മിസോറാം മൊളാസിസ് തടം എന്നറിയപ്പെടുന്നു. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം കഴിഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ലാസ്റ്റ് ഗ്രേഡ്, കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലും ഈ ഒരു ചോദ്യം നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ഹിമാലയത്തെ ഡിവൈഡ് ചെയ്തു അല്ലേ? ഹിമാലയ പർവ്വതത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ആദ്യം തന്നെ നമ്മൾ ഇന്ത്യയുടെ ഭൗമ വിഭാഗങ്ങളെ കുറിച്ച് പഠിച്ചു. 3 ഭൗമ വിഭാഗങ്ങളാണ്. ഉപദ്വീപീയ ഭാഗം, ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും, പിന്നെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. അതിനുശേഷം ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെ പഠിച്ചു. അതിനുശേഷം ഓരോന്നിനെ വടക്ക് കിഴക്കൻ പർവ്വതങ്ങളിൽ വീണ്ടും ഡിവൈഡ് ചെയ്യാണ് ഹിമാലയത്തെ. വടക്ക് കിഴക്കൻ പർവ്വതങ്ങളിലാണ് ഹിമാലയം വരുന്നത്. അപ്പോൾ ഹിമാലയത്തെ നമ്മൾ 5 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. ഇതിൽ കാശ്മീർ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ്? കരൈവാസ് മണ്ണിനെ കുറിച്ചിട്ടാണ്. കരൈവാസ് എന്ന് വെച്ചാൽ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. നെക്സ്റ്റ് ഹിമാലയൻ ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പോൾ ഈ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് ഗ്രേറ്റ് ഹിമാലയൻ നിര, ലെസ്സർ ഹിമാലയൻ നിര, സിവാലിക് നിര എന്നിവ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ കാണപ്പെടുന്നത്. ഇനി ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കൊടുമുടിയായിട്ടുള്ള കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ഇനി അരുണാചൽ ഹിമാലയത്തിൽ എന്താ പ്രത്യേകത? മിക്ക ഗോത്ര സമൂഹങ്ങളും ജൂമിംഗ് കൃഷി രീതിയാണ് പിന്തുടരുന്നത്. കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും മിസോറാം മൊളാസിസ് തടം എന്ന് അറിയപ്പെടുന്നു. എന്താണ് മിസോറാം മൊളാസിസ് തടം എന്നറിയപ്പെടുന്നു? ആ ഒരു ഭാഗത്ത് വരുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ ഭൂപ്രകൃതിയാണ് അല്ലേ? ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് അല്ലേ? അവിടെ നമ്മൾ പറയുന്നത് എന്തായിരുന്നു? ശിലകൾക്കൊക്കെ ദൃഢീകരണം കുറവാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെടുന്നവയാണ് വടക്കൻ സമതലങ്ങൾ. കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ ഏകദേശം 3200 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെടുന്നവയാണ് വടക്കൻ സമതലങ്ങൾ. കിഴക്ക് നിന്നും പടിഞ്ഞാറ് വരെ ഏകദേശം 3200 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇനി ശരാശരി വീതി നോക്കുകയാണെങ്കിൽ 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ്. അപ്പോൾ ശരാശരി വീതി 150 മുതൽ 300 കിലോമീറ്ററാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ ഏകദേശം 3200 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇനി 3 പ്രധാന മേഖലകളായിട്ട് തരംതിരിക്കുന്നുണ്ട് ഇതിനെ. ഉത്തര മഹാസമുദ്രത്തിൽ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ബാബറും ടെറായും എക്കൽ സമതലങ്ങൾ അല്ലേ? അത് നമുക്ക് SCERTയിൽ കറക്റ്റ് എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് ഈ സിവാലിക് കുന്നുകളുടെ താഴെയൊക്കെ ആയിട്ട് ഇവിടെ ബാബർ വരും. ഈ ബാബർ എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ് പ്രത്യേകത? അവിടെ നദികളൊക്കെ അപ്രത്യക്ഷമാകുന്ന സ്ഥലമാണ് അല്ലേ? അവിടെയാണ് കുറേ കളിമണ്ണും അതുപോലെ തന്നെ എന്തൊക്കെയാണ് പാറകളൊക്കെ ഇങ്ങനെ വന്ന് ഈ അപരദന പ്രക്രിയ നടക്കുന്നത് മൂലം ഈ പാറകളൊക്കെ പൊടിഞ്ഞു വന്നിട്ട് ഇവിടേക്ക് ഈ നദികൾ ഈ പാറകളൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, പാറകളും കളിമണ്ണും ഉള്ളംകല്ലുകളൊക്കെ ഈ ബാബറിൻ്റെ ഭാഗത്താണ് കാണപ്പെടാം. അതിനുശേഷം ഇങ്ങനെ ഒഴുകിപ്പോവാണ് നദി. അവിടെ ഇല്ല കേട്ടോ, നദി അവിടെ ഇല്ല. പിന്നെ വീണ്ടും നദിയെ കാണാനായിട്ട് പറ്റുന്നത് ടെറായ് എന്ന് പറയുന്ന ഭാഗത്താണ്. ഈ ടെറായ് എന്ന് പറയുന്ന ഭാഗത്ത് സസ്യവർഗ്ഗങ്ങളാണ് കാണപ്പെടുന്നത് അല്ലേ? അതുപോലെ തന്നെ വെള്ളക്കെട്ടൊക്കെ അവിടെ കാണപ്പെടാം. അതായത് അവിടെ നദി പ്രത്യക്ഷമാകാണ് ചെയ്യുന്നത് അല്ലേ? വീണ്ടും കാണാണ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്നതാണ് എക്കൽ സമതലങ്ങൾ. എക്കൽ സമതലങ്ങളെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. കാദർ എന്നും അതുപോലെ തന്നെ ബംഗാർ എന്നും അല്ലേ? കാദർ എന്നും ബംഗാർ എന്നും. കാദർ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കിയേ. അപ്പോൾ എന്താ പറയുന്നത്? 3 പ്രധാന മേഖലകളുണ്ട്: ബാബർ, ടെറായി, അതുപോലെ തന്നെ എക്കൽ സമതലങ്ങൾ. ഇതിൽ പഴയ എക്കൽ നിക്ഷേപങ്ങളാണ് കാദർ എന്ന് പറയുന്നത്. പുതിയ എക്കൽ നിക്ഷേപങ്ങൾ ബംഗറാണ്.
അപ്പം ഇവിടെ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. പഴയതാണ് ബംഗർ എന്ന് പറയുന്നത്. ഓക്കെ, പഴയതാണ് ബംഗർ എന്ന് പറയുന്നത്. പുതിയതാണ് ഖാദർ എന്ന് പറയുന്നത്. ഓക്കെ, പുതിയതാണ് ഖാദർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ 3 എണ്ണമായിട്ട് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ബാബർ, ടെറായി, അതുപോലെ തന്നെ എക്കൽ സമുദ്രം അല്ലേ. എക്കൽ സമുദ്രത്തിൽ പഴയതാണെന്നുണ്ടെങ്കിൽ ബംഗറും പുതിയതാണെന്നുണ്ടെങ്കിൽ ഖാദറുമാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഈ ഉപദ്വീപീയ പീഠഭൂമിയെ നമുക്ക് 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഏതൊക്കെയാണ്? ഉപദ്വീപീയ പീഠഭൂമിയെ ഡെക്കാൻ പീഠഭൂമി, അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ പീഠഭൂമി, മധ്യ ഉന്നതതടം എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഡിവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു NCERT ചാപ്റ്ററിൽ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ വീണ്ടും നമുക്കിനി ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു നോട്ട്സ് കൂടി നമ്മൾ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നതതടം, വടക്ക് കിഴക്കൻ പീഠഭൂമി. ഇതിൽ ഡെക്കാൻ പീഠഭൂമിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെക്കാൻ പീഠഭൂമി അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയൊക്കെ ത്രികോണാകൃതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഡെക്കാൻ പീഠഭൂമിയിൽ പറയാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആനമുടിയാണ് അല്ലേ. ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇനി രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദൊഡാബേട്ടയാണ് അല്ലേ. NCERT പ്രകാരം ദൊഡാബേട്ടയാണ്. ഓക്കെ, ഇനി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സന്ധിക്കുന്ന നീലഗിരി കുന്നുകളിലാണ്. ഇതൊന്നും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണല്ലേ. നമ്മൾ ഈ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചിട്ട് തന്നെയാണ് എക്സാമിന് പോകാനായിട്ട് പാടുള്ളൂ. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ അത്രയ്ക്കും ഒഴിച്ചു കൂടാനാവാത്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ബാക്കിയും നമുക്ക് മറ്റേ ചാപ്റ്ററിൽ പറയുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്നാലും പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് NCERT പഠിക്കാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം എന്തായാലും പഠിച്ചിട്ട് പോവുക. അതായത് നോട്ട്സ് തരുന്നുണ്ടല്ലോ, ആ നോട്ട്സ് എന്തായാലും പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സന്ധിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ്. പിന്നെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഇനി ഡെക്കാൻ പീഠഭൂമി നമ്മൾ ഡിവൈഡ് ചെയ്തതിൽ ഡെക്കാൻ പീഠഭൂമി പഠിച്ചു. ഇനി മധ്യ ഉന്നതതടത്തിൽ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി തന്നെയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ധാതു വിഭവങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നത് അല്ലേ. ധാതു വിഭവങ്ങളുടെ വൻ ശേഖരം എവിടെയുണ്ട്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് വടക്ക് കിഴക്കൻ പീഠഭൂമി ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. വടക്ക് കിഴക്കൻ കുന്നുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വടക്ക് കിഴക്കൻ പീഠഭൂമി എന്ന് പറയുമ്പോൾ അവിടെ മേഘാലയൊക്കെ വരുന്നുണ്ട് അല്ലേ. മേഘാലയയിലാണ് ഈ ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകളൊക്കെ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നതതടം, വടക്ക് കിഴക്കൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയിൽ നമ്മൾ അവിടെ കൊടുമുടിയെക്കുറിച്ച് പറഞ്ഞു. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. അതുപോലെ തന്നെ നീലഗിരി കുന്നുകളിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി മധ്യ ഉന്നതതടത്തിൽ പറഞ്ഞത്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ധാതുക്കളുടെ കലവറയാണെന്ന് പറഞ്ഞു. ഇനി വടക്ക് കിഴക്കൻ പീഠഭൂമിയിൽ ഖാസി ഗാരോ ജയന്തിയ കുന്നുകൾ ഈ മേഖലയിൽ കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഇന്ത്യൻ മരുഭൂമിയാണ് അല്ലേ. ഇന്ത്യൻ മരുഭൂമിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ മരുഭൂമിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു തടാകത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു നദി ഉണ്ടായിരുന്നു, ലൂണി നദിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ആരവല്ലി കുന്നുകൾക്ക് വടക്ക് പടിഞ്ഞാറായാണ് ഇന്ത്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി കുന്നുകൾക്ക് വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഇന്ത്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദിയാണ് ലൂണി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി ലൂണിയാണ്. ഇനി നെക്സ്റ്റ് തീരസമതലങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട് പശ്ചിമ തീര സമതലങ്ങളെന്നും പൂർവ്വതീര സമതലങ്ങളും എന്നും. ഓക്കെ, ഇത് നമ്മൾ ഒരു ബോക്സിൽ നമ്മൾ തന്നിരിക്കുകയാണ് കേട്ടോ. പഠിച്ചിരിക്കുക. പശ്ചിമ തീര സമതലങ്ങൾ എന്ന് പറയുമ്പോൾ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെയാണ് വരുന്നത് അല്ലേ. പശ്ചിമ തീര സമതലങ്ങൾ എന്ന് വെച്ചാൽ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെയാണ് വരുന്നത്. അതിന് നമുക്ക് കുറേ പേരുകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു ക്ലാസ്സിൽ തന്നെ ഗുജറാത്ത്, കച്ച് കതിയാവാർ തീരം, അതുപോലെ തന്നെ മഹാരാഷ്ട്ര കൊങ്കൺ തീരം, കർണാടക ഗോവ തീരം, കേരള
മലബാർ തീരം അല്ലേ, കേരളം മലബാർ തീരം എന്നിങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? കച്ച്, ഗുജറാത്ത് കച്ച് കത്തിയാവാർ തീരം, പിന്നെ മഹാരാഷ്ട്ര കൊങ്കൺ തീരം, കർണാടക ഗോവ തീരം, പിന്നെ എന്താണ്? കേരള മലബാർ തീരം. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പശ്ചിമ തീര സമതലങ്ങൾ എന്താണ്? താഴ്ന്നു പോയ തീര സമതലങ്ങളാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ എന്താണ്? മുംബൈയും കൊച്ചിയുമാണ്. പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മുംബൈയും കൊച്ചിയുമാണ്. താഴ്ന്നു പോയ തീര സമതലങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. ഇനി പൂർവ്വ തീര സമതലങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് തീരം മുതൽ പശ്ചിമ ബംഗാളിലെ തീരം വരെയാണ് പൂർവ്വ തീര സമതലങ്ങൾ വരുന്നത്. പൂർവ്വ തീര സമതലങ്ങൾ വരുന്നത് തമിഴ്നാട് തീരം മുതൽ പശ്ചിമ ബംഗാളിലെ തീരം വരെയാണ്. പ്രാദേശിക പേരുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണെന്ന് നമ്മൾ SCERT പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. എന്താണ്? വടക്കൻ സിർക്കാസിസ് എന്നും കൊങ്കൺ തീരം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ SCERT. അപ്പോൾ ഇവിടെ തമിഴ്നാട് ആന്ധ്ര കോറമാൻഡൽ തീരം, ഒഡീഷ നോർത്തേൺ സിർക്കാർഡ് ഉൽക്കൽ തീരം എന്നിവയാണ് വരുന്നത്. അപ്പോൾ പൂർവ്വതീര സമതലങ്ങളിൽ ഏതൊക്കെയാണ്? തമിഴ്നാട് ആന്ധ്ര കോറമാൻഡൽ തീരം, ഒഡീഷ നോർത്തേൺ സിർക്കാർഡ് ഉൽക്കൽ തീരം. ഇനി ഈ പൂർവ്വതീര സമതലങ്ങളെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉയർത്തപ്പെട്ട തീരങ്ങളാണ്. അതുപോലെ തന്നെ അവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് കൊൽക്കത്തയും വിശാഖപട്ടണവും. ഇതൊക്കെയാണ് തുറമുഖങ്ങൾ, കൊൽക്കത്തയും വിശാഖപട്ടണവുമാണ്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ്വീപാണ്. ഇന്ത്യയിൽ 2 പ്രധാന ദ്വീപ സമൂഹങ്ങളാണുള്ളത്, ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബർ അല്ലേ. ലക്ഷദ്വീപിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? ലക്ഷദ്വീപ് ഏത് കടലിലാണ്? അറബിക്കടലിലാണ് കാണപ്പെടുന്നത്. അവിടെ പ്രധാനമായിട്ടും ലക്ഷദ്വീപിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമിനി ദ്വീപുകളെന്നും കാനന്നൂർ എന്നിങ്ങനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അമിനി ദ്വീപ് എന്ന് വെച്ചാൽ വടക്ക് ഭാഗത്തും കാനന്നൂർ തെക്ക് ഭാഗത്താണ് അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ 10 ഡിഗ്രി ചാനലാണ് വേർതിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ്. തലസ്ഥാനം കവരത്തിയാണ്. ഏറ്റവും വിസ്തൃതമേറിയിട്ടുള്ള ദ്വീപ് ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്, കവരത്തിയാണ് അല്ലേ. പവിഴപ്പുറ്റുകളാൽ നിർമ്മിക്കപ്പെട്ട ദ്വീപുകളാണ് ലക്ഷദ്വീപ്. അപ്പോൾ തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ്. അതുപോലെ തന്നെ പവിഴപ്പുറ്റുകളാൽ നിർമ്മിക്കപ്പെട്ട ദ്വീപുകളാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇനി ആൻഡമാൻ നിക്കോബർ എവിടെയാണ്? ആൻഡമാൻ നിക്കോബർ ബംഗാൾ ഉൾക്കടലിലാണ് കാണപ്പെടുന്നത്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നു എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ശരിക്കും പഠിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് അറബിക്കടലിലാണ് പവിഴപ്പുറ്റുകൾ നിർമ്മിതം എന്ന് പറയുന്നത് കേട്ടോ. പവിഴപ്പുറ്റുകളാൽ നിർമ്മിതം എന്ന് പറയുന്നത് ഏതാണ്? ലക്ഷദ്വീപാണെന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കാം. ഇനി ആൻഡമാൻ നിക്കോബർ എന്നിങ്ങനെ 2ആയിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു. ഈ ആൻഡമാനെയും നിക്കോബറിനും തമ്മിൽ വേർതിരിക്കുന്നത് ഏത് ഡിഗ്രി ചാനലാണ്? 11 ഡിഗ്രി ചാനലാണ് അല്ലേ. 11 ഡിഗ്രി ചാനലാണ്. ഇനി ആൻഡമാൻ നിക്കോബറിൻ്റെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ ആണ് അല്ലേ. ഏതാണ്? ആൻഡമാൻ നിക്കോബറിൻ്റെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ ആണ്. ഇവിടെയാണ് സജീവ അഗ്നിപർവ്വതമായിട്ടുള്ള ഏത് കാണപ്പെടുന്നത്? ബാരൻ അഗ്നിപർവ്വതം കാണപ്പെടുന്നത്. സജീവ അഗ്നിപർവ്വതമായിട്ടുള്ള ബാരൻ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബറിലാണ്. അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. നമുക്കറിയാം ഒരു ചാപ്റ്റർ അത്രയും വലിയൊരു ചാപ്റ്റർ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ റിവിഷൻ പോലെയാണോ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കണം എന്നുള്ള ആ ഒരു ക്ലാസ് എന്തായാലും പോയിട്ട് കാണാം. അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ നീരൊഴുക്ക് വ്യൂഹമാണ്. അതിന് നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ടും ക്ലാസ് തരാം. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ നോട്ട്സ് ആയിട്ടും തരാം കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.